ഇന്ന് നമുക്ക് ഓൾ വി ഇമാജിനാസ് ലൈറ്റ് എന്ന സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, 3 സ്ത്രീകൾ, ഇവർ 3 പേരും 3 തരത്തിലുള്ള പ്രശ്നം അനുഭവിക്കുന്നു. ആദ്യത്തെ സ്ത്രീക്ക് ഭർത്താവ് മരണപ്പെട്ടു. അതിന്റെ പേരിൽ അവരൊരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കുന്നു. രണ്ടാമത്തെയാൾ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ അവരുമായി യാതൊരുവിധ കോണ്ടാക്റ്റുമില്ല. മൂന്നാമത്തെയാൾ ഒരാളുമായി പ്രണയത്തിലാണ്, പക്ഷെ അവർക്ക് പരസ്പരം എൻജോയ് ചെയ്യാനുള്ള നിമിഷങ്ങളോ ഒന്നും കിട്ടാതെ വിഷമിക്കുകയാണ്. ഇവരുടെ 3 പേരുടെയും കഥ പറയുന്ന ഈ ഒരു സിനിമയുടെ കഥയിലേക്ക് കടന്നാലോ. അതിനു മുൻപായിട്ട് വീഡിയോക്ക് കിട്ടുന്ന ലൈക്ക് കുറവാണേ, അതുകൊണ്ട് വീഡിയോ കാണുന്നവരെല്ലാരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ തിരക്കുള്ള മുംബൈ നഗരമാണ് കാണിക്കുന്നത്. അവിടുത്തെ ഒരു ഹോസ്പിറ്റലിലെ നഴ്സാണ് പ്രഭ. ഈ പ്രഭയ്ക്ക് 30 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞ് പക്ഷെ ഭർത്താവുമായി പിരിഞ്ഞാണ് ജീവിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ ഭർത്താവ് വിദേശത്തും പ്രഭ ഇപ്പോൾ നാട്ടിൽ ജോലി ചെയ്യുകയുമാണല്ലോ. പ്രഭയുടെ കാര്യങ്ങളൊന്നും അങ്ങനെ ഭർത്താവ് അന്വേഷിക്കത്തോ വിളിക്കത്തോ അങ്ങനെയൊന്നുമില്ല. വിവാഹം കഴിഞ്ഞു ഭർത്താവുണ്ട്, പക്ഷെ ആ ഒരു വിധത്തിലുള്ള കെയറിങ്ങോ സ്നേഹമോ ഒന്നും തന്നെ പ്രഭയ്ക്ക് കിട്ടുന്നതേയില്ല. മറ്റൊരു വശത്ത് പാർവതി എന്നൊരു സ്ത്രീയാണ് കാണിക്കുന്നത്. ആ ഹോസ്പിറ്റലിലെ തന്നെ ഒരു വർക്കറാണ് പാർവതിയും. പ്രഭയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായിരുന്നു ഈ പാർവതി. പാർവതിയുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി. ഭർത്താവ് മരിച്ച സ്ത്രീകൾ സമൂഹത്തിൽ എന്തെല്ലാം വേദനകളും ദുഃഖങ്ങളും ഒക്കെ നേരിടേണ്ടി വരുന്നോ അതെല്ലാം പാർവതിക്കും നേരിടേണ്ടി വരുന്നുണ്ട്. പാർവതിയുടെ ഏക ആശ്വാസം തന്നെ ഈ പ്രഭയായിരുന്നു. പ്രഭയെ കൂടാതെ ഒരുപാട് മലയാളി നഴ്സുമാർ ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ട്. അതിലൊരാളാണ് അനു. ഈ അനു വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, പക്ഷെ ഷിയാസ് എന്നൊരു പയ്യനുമായിട്ട് അവൾ പ്രണയത്തിലാണ്. അത് ഈ പ്രഭയ്ക്കൊന്നും അറിയത്തേയില്ല. എല്ലാ ദിവസവും ഡ്യൂട്ടി കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഷിയാസിന്റെ മെസ്സേജ് അവൾക്ക് വരും. അങ്ങനെ ഒരു ദിവസം അവൾക്ക് മെസ്സേജ് വരികയാണ്: എനിക്ക് ബോറടിക്കുന്നു, മുതലാളി എന്നെ വട്ടിടിപ്പിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് നിന്നെ കാണാൻ തോന്നുന്നു എന്നൊക്കെയായിരുന്നു ഷിയാസിന്റെ മെസ്സേജും. അതിന് അനു റിപ്ലൈ കൊടുക്കുന്നുമുണ്ട്. ഡ്യൂട്ടി കഴിഞ്ഞ് പോകുവാനായി ഇറങ്ങിയ അനുവിനെ അമ്മ നാട്ടിൽ നിന്നും കോള് ചെയ്യും. അമ്മ പറയുന്നത് അടുത്ത ലീവ് കിട്ടുമ്പോൾ നാട്ടിൽ വരുവാനായിട്ടാണ് പറയുന്നത്. എന്നാൽ അനുവിനാണെങ്കിലോ അതിനൊന്നും താല്പര്യമില്ല. ഇപ്പോഴൊന്നും നടക്കില്ല, ഇവിടെ ജോലി കൂടുതലാണ് എന്നൊക്കെയാണ് അവൾ പറയുന്നതും. കൂടുതലായും അമ്മയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കാനും അവൾക്ക് താല്പര്യമില്ല. അവൾ അമ്മയോട് പറയുന്നത് ഓപ്പറേഷൻ ഉണ്ട്, ഞാൻ അതിന് കയറാൻ പോകുന്നുവെന്നായിരുന്നു. പക്ഷെ അതൊരു കള്ളമാണ്. അന്നേ ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് പോകാനായി ഇറങ്ങിയ അനു പ്രഭയുടെ അടുത്തെത്തിയിട്ട്, ചേച്ചി ഞാൻ ഇന്നത്തെ നേരത്തെ പോവുകയാണ്, കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറയും. അത് കേട്ട പ്രഭ, ഓ ശരി, ഞാൻ റൂമിൽ കാണും എന്നായിരുന്നു മറുപടി പറഞ്ഞതും. അവിടെ നിന്നും അനു പോകും. പ്രഭയും അനുവും ഒരു റൂമിലാണ് താമസിക്കുന്നതും. അന്നേ ദിവസം പ്രഭയും ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങുകയായിരുന്നു. പക്ഷെ പുറത്ത് ആകെ നല്ല മഴ. മഴയത്തവൾ പോകുവാനായി ഇറങ്ങിയ സമയത്ത് അവളെ കാത്ത് ഡോക്ടർ മനോജും ഉണ്ടായിരുന്നു. മനോജ് പ്രഭയോട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വരും. 2 പേരും ഒരുമിച്ചാണ് നടന്നു പോകുന്നതും. ഈ മനോജിന് ഹിന്ദി അത്ര പിടുത്തമില്ല. നമ്മുടെ പ്രഭയാണ് ഹിന്ദി ഓരോ കാര്യങ്ങളൊക്കെ അവന് പഠിപ്പിച്ചു കൊടുക്കുന്നതും. എന്നിട്ട് പ്രഭ തന്റെ വഴിക്ക് പോകുവാനായി ഒരുങ്ങുന്ന സമയം തന്നെ മനോജ് പറയും, 1 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ, എനിക്കൊരു കാര്യം തരാനുണ്ടെന്ന് പറഞ്ഞ് പോക്കറ്റിൽ നിന്നും ഒരു ചെറിയൊരു ബുക്ക് എടുത്ത് അവളുടെ കയ്യിൽ കൊടുക്കുന്നു. ആ ചെറിയ ബുക്ക് തുറന്നു നോക്കുവാനായി പോകുമ്പോൾ പ്രഭയോട് മനോജ് പറയും, ഇപ്പോഴൊന്നും തുറക്കരുതേ, വീട്ടിൽ പോയി സമാധാനത്തോടെ വായിച്ചു നോക്കിയാൽ മതി, ഞാൻ എഴുതിയ കവിതകളാണെന്ന് മനോജ് പറയും. അതും വാങ്ങിച്ച് പുഞ്ചിരിയോടെ പ്രഭ അവിടെ നിന്ന് നടന്നു പോകുന്നു. ഈ മനോജിനും പ്രഭയ്ക്കുമിടയിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ടോ എന്നൊരു സംശയം. റൂമിലെത്തിയ പ്രഭ അന്നേ ദിവസം കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് മഴയത്ത് നനഞ്ഞു കുളിച്ച് അനു റൂമിലേക്ക് വരും. തല തോർത്തിക്കൊണ്ട് നിൽക്കുന്ന അനുവിനെ കണ്ട പ്രഭയാണെങ്കിൽ, നീ എത്ര നേരത്തെയാ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയത്, എന്താ ഇത്ര താമസിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, അതെന്റെ കസിൻ ഇവിടെ വന്നിട്ടുണ്ട്, അവളെയും കൊണ്ട് ഞാൻ പുറത്തു പോയതാണെന്ന് അനു കള്ളം പറഞ്ഞു. അനു കള്ളം പറയുകയാണെന്ന് പ്രഭയ്ക്ക് നന്നായി മനസ്സിലായി. ഇവർ 2 പേരും റെന്റ് കൊടുത്താണല്ലോ അവിടെ താമസിക്കുന്നതും. അനു പ്രഭയോട് പറയും, ചേച്ചി ഈ മാസം റെന്റ് കൊടുക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല, എനിക്ക് വേണ്ടിയിട്ട് ചേച്ചി ഈ ഒരു മാസം കൂടി കൊടുക്കുമോ, ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് തരാമെന്ന് പറയും. കഴിഞ്ഞ മാസത്തെ റെന്റും അവളുടെ ഇത് പ്രഭയാണ് അടച്ചത്. എന്നാൽ പ്രഭയ്ക്കാണെങ്കിൽ അത് കേട്ട് ദേഷ്യം വരും. നീ കറങ്ങിപ്പൊടിച്ച് ഒരുപാട് കാശുകൾ കളയുന്നുണ്ടല്ലോ, ഈ ഒരു തവണത്തേക്ക് മാത്രം ഞാൻ അടയ്ക്കാം, ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയും. അപ്പോഴേക്കും ആരോ കോളിംഗ് ബെല്ലടിക്കും. അനുവാണ് പോയി നോക്കുന്നതും. അവർക്ക് കൊറിയർ വന്നതായിരുന്നു. അനു ആ വലിയ ബോക്സ് അകത്തേക്ക് കൊണ്ടുവരും. ബോക്സ് എല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ അത് പ്രഭയ്ക്ക് വന്ന കൊറിയർ ആയിരുന്നു. ചേച്ചിക്ക് വന്നതാണല്ലോ എന്ന് പറയുമ്പോൾ പ്രഭയ്ക്ക് തനിക്ക് ആരയക്കാനായതൊക്കെ എന്ന ചിന്തയായിരുന്നു. എന്നിട്ട് അവർ അത് പൊട്ടിച്ചു നോക്കും. അതൊരു റൈസ് കുക്കർ ആയിരുന്നു. അത് കണ്ടതും പ്രഭ പറയും, ചേച്ചി അടിപൊളിയാണല്ലോ, ഇതൊരു ഇന്റർനാഷണൽ സാധനമാണ് എന്നൊക്കെ പറയും. പ്രഭയ്ക്ക് അപ്പോഴും ഇത് ആരയച്ചതാ എന്നുള്ള ചിന്തയാണ്.
പ്രഭ തനിക്ക് ആരയക്കാനാ എന്ന് ആലോചിച്ചിരിക്കുന്ന സമയം തന്നെ അനു ആ ഒരു റൈസ് കുക്കർ മുഴുവൻ പരിശോധിച്ചിട്ട് ചേച്ചി ദേ നോക്കിയേ, മെയ്ഡ് ഇൻ ജർമ്മനി. അപ്പോഴേക്കും പ്രഭയ്ക്ക് കാര്യം മനസ്സിലായി. അതാരെന്നാൽ പ്രഭയുടെ ഹസ്ബൻഡ് ജർമ്മനിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഹസ്ബൻഡ് അയച്ചതാണ്. ആളറിഞ്ഞതും പ്രഭയ്ക്ക് വല്ലാത്ത ടെൻഷനും വിഷമവുമായി. കാരണം എന്തെന്നാൽ അവളുടെ കാര്യങ്ങളൊന്നും വിളിച്ചു തിരക്കാത്ത ഹസ്ബൻഡ് അവൾക്കൊരു റൈസ് കുക്കർ അയച്ചിരിക്കുന്നു. അന്നേ ദിവസം രാത്രി പ്രഭയ്ക്ക് ഉറങ്ങുവാനായി കഴിയുന്നില്ല. അനു ഉറങ്ങിക്കഴിഞ്ഞ സമയം നോക്കി പ്രഭ നേരെ അടുക്കളയിലേക്ക് വരും. എന്നിട്ട് മനോജ് കൊടുത്ത ആ ഒരു കവിതയുടെ ബുക്കുണ്ടല്ലോ, അതെല്ലാം എടുത്ത് വായിക്കുകയാണ്. ആ ഒരു കവിത വായിക്കുന്ന സമയത്തെ മനസ്സിലാകാം ഈ മനോജിന് പ്രഭയോട് നല്ല താല്പര്യമുണ്ട് എന്നുള്ള കാര്യം. അടുത്ത ദിവസം ജോലിക്കെത്തിയാനും ഷിയാസിന് മെസ്സേജ് അയക്കുകയായിരുന്നു. ഇന്നലെ കണ്ട അതേ സമയത്ത് നമുക്ക് ഇന്ന് കാണാമെന്നായിരുന്നു ഷിയാസിന്റെ മെസ്സേജ്. അതിനു ചിരിച്ചുകൊണ്ട് ഓക്കെ പറയുകയും ചെയ്യും. എന്നാൽ മറ്റൊരു വശത്ത് പ്രഭയ്ക്ക് അടുത്തെത്തുകയാണ് ഒരു സിസ്റ്റർ. എന്നിട്ട് പറയും, സിസ്റ്ററെ, സിസ്റ്ററിന്റെ റൂംമേറ്റിന് ഈയിടെയായിട്ട് കുറച്ച് മാറ്റങ്ങളുണ്ടല്ലോ. സിസ്റ്റർ ശ്രദ്ധിച്ചായിരുന്നോ? അവളെ ഒരു പയ്യനുമായി അടുപ്പത്തിലാ. ആള് മുസ്ലിമാണ്. അത് കേട്ട പ്രഭ പറയും, അയ്യോ അവൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ ആ സിസ്റ്റർ പറയുന്നത്, ഇവിടെയുള്ള എല്ലാവരും ഓരോന്നൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾക്കൊന്നും യാതൊരുവിധ പ്രശ്നവുമില്ല കേട്ടോ. പിന്നെ ഇത് പറഞ്ഞത് സിസ്റ്ററിന്റെ റൂംമേറ്റ് ആയതുകൊണ്ടാ, അവളെ കുറിച്ചൊന്ന് ശ്രദ്ധിക്കണമേ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. പ്രഭ അതിനെ പറ്റിയൊക്കെ ആലോചിക്കും. ആ ഹോസ്പിറ്റലിൽ നഴ്സിംഗ് പഠിക്കാൻ വരുന്ന കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുത്തു കൊടുക്കുന്നത് പ്രഭയാണ്. അന്നേ ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് അനു നേരെ പോയത് ഷിയാസിനെ കാണുവാനായിട്ടാണ്. രണ്ടുപേരും അവിടെയൊക്കെ കറങ്ങി നടക്കും. എന്നിട്ട് അവർ രണ്ടുപേരും ആളില്ലാത്ത വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് വരും. അവിടെ വെച്ച് രണ്ടുപേരും കിസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. അതിനുശേഷം അനു നേരെ റൂമിലേക്കും എത്തും. റൂമിലെത്തി അനു കിടന്നുറങ്ങും. പുറത്ത് നല്ല മഴയായിരുന്നു. എന്നാൽ മഴ പെയ്ത് അകത്തൊക്കെ വെള്ളം കയറുന്നതിനാൽ പ്രഭ അതെല്ലാം വൃത്തിയാക്കും. അതേസമയം അവൾ ആ റൈസ് കുക്കർ കാണും. തന്റെ ഭർത്താവിനെ ഓർത്ത് ആ റൈസ് കുക്കറിനെ അവൾ കെട്ടിപ്പിടിക്കും. അടുത്ത ദിവസം തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായ പാർവതിയോട് റൈസ് കുക്കറിന്റെ കാര്യമൊക്കെ പറയും. നിന്നെ ഭർത്താവ് വിളിച്ചിട്ട് എത്ര കാലമായി എന്ന് ചോദിക്കുമ്പോൾ ഏകദേശം 1 വർഷത്തിൽ കൂടുതലായി എന്ന് പ്രഭ പറയും. എന്നാൽ ഭർത്താവിനെ ഒന്ന് വിളിച്ചു നോക്കുവാനായിട്ടായിരുന്നു പാർവതി പറഞ്ഞതും. അങ്ങനെ പ്രഭ തന്റെ ഭർത്താവിനെ വിളിച്ചു നോക്കും. പക്ഷേ വിളിച്ചിട്ട് കിട്ടുന്നതേയില്ല. പ്രഭയ്ക്ക് ആകെ സങ്കടം. എല്ലാ ദിവസവും അനു ഷിയാസിനൊപ്പം കറങ്ങാൻ പോയിട്ടാണ് റൂമിലേക്ക് എത്തുന്നതും. ഒരിക്കൽ അനു തന്റെ വീട്ടിലുള്ളവർ അവൾക്ക് വേണ്ടി മറ്റു വിവാഹമൊക്കെ ആലോചിക്കുന്നു എന്ന് പറഞ്ഞ് അയച്ചു കൊടുത്ത ഫോട്ടോ എല്ലാം ഷിയാസിന് കാണിക്കും. രണ്ടുപേരും അതൊക്കെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ടവർ വീണ്ടും ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയി കിസ് ചെയ്യും. പബ്ലിക്കായിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ചാണ് അവരിതൊക്കെ ചെയ്യാറ്. പ്രഭയും അനുവും ഒരു പെൺപൂച്ചയെ വളർത്തുന്നുണ്ട്. ഈ പെൺപൂച്ച ഇപ്പോൾ പ്രഗ്നന്റ് ആണ്. അപ്പോൾ പെൺപൂച്ചയ്ക്ക് എത്ര കുട്ടികളുണ്ടെന്ന് അറിയാനുള്ള ആഗ്രഹം കാരണം അനു ആ പൂച്ചയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരും. മനോജ് ഡോക്ടറാണ് സ്കാൻ ചെയ്ത് നോക്കിയതും 4 കുട്ടികളുണ്ടെന്ന് പറയും. അത് കേട്ടതും അനുവിന് ഒരുപാട് സന്തോഷമായി. എന്നാൽ ഈ മനോജിന് പൂച്ചയെ നല്ല പേടിയായിരുന്നു. സാറെ പേടിക്കണ്ട, ഇതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് അനു മനോജിന്റെ കൈയെടുത്ത് പൂച്ചയുടെ ദേഹത്തൊക്കെ വെക്കും. എന്നാൽ അതൊന്നും നമ്മുടെ പ്രഭയ്ക്ക് ഒട്ടും ഇഷ്ടമാകുന്നതേയില്ല. അവൾ ദേഷ്യം വന്ന് കാര്യം കഴിഞ്ഞില്ലേ, പൂച്ചയും കൊണ്ട് പോകുവാനായി അനുവിനോട് പറഞ്ഞു. പുറത്തിറങ്ങിയ അനു, ചേച്ചി ഞാൻ ഈ പൂച്ചയും കൊണ്ട് റൂമിലേക്ക് പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ, നീ എന്താ അവിടെ കാണിച്ചത്? നീ എന്തിനാ മനോജ് ഡോക്ടറിനോട് കൊഞ്ചി കുഴയുന്നത്? നിന്റെ ആ സ്വഭാവമൊന്നും ഇവിടെ നടക്കത്തില്ല. ഇവിടെ ഉള്ളവരൊക്കെ നിന്നെക്കുറിച്ച് എന്തൊക്കെയാ പറയുന്നതെന്ന് നിനക്കറിയാമോ എന്നൊക്കെ പറഞ്ഞ് ആ പൂച്ചയും വാങ്ങി പ്രഭ അവിടെ നിന്ന് പോകും. അനുവിനത് വല്ലാതെ വിഷമമായി. ആ കാര്യം അവൾ ഷിയാസിനോട് പറഞ്ഞു. അവളുടെ മൈൻഡ് മാറി നിൽക്കുകയാണെന്ന് ഷിയാസിന് അറിയാമായിരുന്നു. ഷിയാസ് പറയും, നിന്റെ മൂഡ് നേരെയാക്കാൻ ഞാനൊരു കാര്യം പറയട്ടെ. നിന്റെ കയ്യിൽ പർദ്ദയുണ്ടോ? നാളെ എന്റെ വീട്ടിലെ അങ്കിളും ആന്റിയും കാണില്ലെന്ന് ഷിയാസ് പറയും. അവന്റെ ഉദ്ദേശം എന്തെന്നാൽ അനുവിനെ പർദ്ദയും ധരിപ്പിച്ച് തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി രണ്ടുപേരുടെയും ആഗ്രഹം നിറവേറ്റാമെന്നായിരുന്നു. അതിന് ചിരിച്ചുകൊണ്ട് അനു സമ്മതിക്കുകയും ചെയ്തു. അതിനുശേഷം അനു നേരെ റൂമിലേക്കും എത്തും. ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുന്ന അനുവിനടുത്തേക്ക് എത്തിയ പ്രഭയാണെങ്കിൽ, അനു, ഞാൻ നിന്നോട് ഇന്ന് അങ്ങനെ പറഞ്ഞതിനൊക്കെ നീ ഒന്ന് ക്ഷമിക്കണേ. അന്നേരത്തെ എന്റെ ഒരു മൈൻഡ് അങ്ങനെ ആയിപ്പോയി, അതാ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പ്രഭ പറയും. അനു അതെല്ലാം മിണ്ടാതെ നിന്ന് കേട്ടോണ്ട് നിൽക്കുകയാണ് ചെയ്തത്. പ്രഭ കരയുമെന്നായപ്പോൾ അനു അവളോട് ക്ഷമിക്കുവാനായും തീരുമാനിച്ചു. അന്ന് രാത്രി രണ്ടാളും ഉറങ്ങുവാനായി കിടക്കുകയായിരുന്നു. പ്രഭ തന്റെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് വിവാഹത്തിന് തയ്യാറായതും. അക്കാര്യമൊക്കെ അവർ സംസാരിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡിനെ വിവാഹത്തിന് മുൻപ് കണ്ടിട്ടുണ്ടോ എന്ന് അനു ചോദിക്കും. പ്രഭ പറയും, ഇല്ല. ഒരിക്കൽ എന്റെ അച്ഛൻ വീട്ടിലേക്ക് വരുവാനായി പറഞ്ഞു. ഞാൻ വീട്ടിലേക്ക് ചെന്നതും അവിടെ എല്ലാവരും വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്നു. വിവാഹം കഴിഞ്ഞതിന് ശേഷം കുറച്ചു നാളാണ് അദ്ദേഹം എന്നോടൊപ്പം ഉണ്ടായിരുന്നത്. അദ്ദേഹം അങ്ങ് ജർമ്മനിയിലേക്ക് പോയി. എന്നാൽ ആദ്യ സമയത്തൊക്കെ ഒരുപാട് തവണ എന്നെ വിളിക്കുമായിരുന്നു. പിന്നീട് ആ സംസാരമൊക്കെ കുറഞ്ഞു വന്നു. ചിലപ്പോൾ എന്നോടൊപ്പം ഒന്നും സംസാരിക്കുവാനായി കാണില്ലായിരിക്കും. പിന്നീട് വിളിക്കാതെയുമായെന്ന് പ്രഭ പറയും. പ്രഭയ്ക്കതിൽ നല്ല വിഷമമുണ്ട്.
ഒരിക്കൽ പ്രഭയെ കാണാനായിട്ട് ഡോക്ടർ മനോജ് എത്തുകയാണ്. രണ്ടാളും മാറി നിന്ന് സംസാരിക്കുന്ന സമയം മനോജ് പറയും, എന്റെ കോൺട്രാക്ട് കഴിഞ്ഞു, ഞാൻ ഇവിടുന്ന് പോകാറായി. ഞാൻ ഇനിയും പുതുക്കാനായിട്ട് തീരുമാനിക്കുന്നില്ല, കാരണം എനിക്ക് ഹിന്ദി അറിയത്തില്ല എന്നൊക്കെ പറയുമ്പോൾ പ്രഭ ചോദിക്കും, ഹിന്ദി ഭാഷ സിമ്പിൾ അല്ലേ, അത് വിചാരിച്ച് ഡോക്ടർ ഇവിടുന്ന് പോകണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മനോജ് പറയും, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിന് പ്രഭ മറുപടി പറയില്ല. മനോജ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് പ്രഭയ്ക്ക് നന്നായിട്ട് മനസ്സിലായി. പ്രഭ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും എഴുന്നേറ്റ് പോകും. ഷിയാസ് പറഞ്ഞ ദിവസം ഷിയാസിനെ കാണുവാനായിട്ട് പർദ്ദയൊക്കെ വാങ്ങി ധരിച്ച് അനു പോവുകയായിരുന്നു. എന്നാൽ പകുതി വഴിയിൽ വെച്ച് ഷിയാസിന്റെ മെസ്സേജ് വരും, ഇന്ന് വീട്ടിലെല്ലാവരും ഉണ്ട്, മാരേജ് ക്യാൻസലായി, ഇന്നതുകൊണ്ട് നടക്കില്ല, എന്നോട് പിണങ്ങല്ലേ എന്നൊക്കെയായിരുന്നു ആ മെസ്സേജ്. അത് കണ്ടതും അനുവിന് ദേഷ്യം വരും. അനു ആ പർദ്ദയൊക്കെ ഊരി മാറ്റിയിട്ട് ദേഷ്യപ്പെട്ട് റൂമിലേക്ക് വരികയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അനുവും പ്രഭയും പാർവതിയും എല്ലാം ചേർന്ന് പാർവതിയുടെ നാട്ടിലേക്ക് പോകും. കടൽക്കരയിലായിരുന്നു പാർവതിയുടെ വീട്. അവിടെ അവർ നന്നായിട്ട് എൻജോയ് ചെയ്യും. എന്നാൽ ഈ അനു ആണെങ്കിൽ ഷിയാസിനെയും കൂടി അവിടെ വിളിച്ചു വരുത്തിയിരുന്നു. ഷിയാസും അവിടെ വരും. പ്രഭയും പാർവതിയും ഒക്കെ കടലിൽ കളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വീട്ടിലേക്ക് പോകുന്നെന്ന് കള്ളം പറഞ്ഞ് അനു നേരെ പോയത് ഷിയാസിനെ കാണുവാനായിട്ടായിരുന്നു. രണ്ടുപേരും ഒരു കാടിനിടയിൽ നിന്ന് കിസ് ചെയ്യുന്നതൊക്കെ പ്രഭ കാണും. ഹോസ്പിറ്റലിലുള്ളവരെല്ലാം പറഞ്ഞത് സത്യമാണെന്ന കാര്യം പ്രഭയ്ക്ക് മനസ്സിലായി. എന്നാൽ അന്നേ ദിവസം തന്നെ എല്ലാവരും ഉറങ്ങാൻ കിടന്ന സമയത്ത് അനു ആരും അറിയാതെ ബാഗുമെടുത്ത് ഷിയാസിനടുത്തേക്ക് പോകും. രണ്ടുപേരും കടലിന് തീരത്തുള്ള ഒരു ഗുഹയ്ക്കകത്തേക്കാണ് കയറിയത്. എന്നിട്ട് പ്രഭ പറയും, വീട്ടിൽ എനിക്ക് കല്യാണം ആലോചിക്കുന്നുണ്ട്, പക്ഷെ നിന്റെ കാര്യം പറയുവാനായിട്ട് എനിക്ക് പേടിയാണ്. എന്ത് പ്രശ്നമാണ് ഉണ്ടാകുന്നതെന്ന് എനിക്കറിയത്തില്ല. വീട്ടിലുള്ളവരെല്ലാവരും അറിഞ്ഞാൽ പിന്നെ എനിക്ക് നിന്നെ കാണാൻ പോലും പറ്റത്തില്ല. എന്നെ എന്താ എന്റെ വീട്ടുകാർ മനസ്സിലാക്കാത്തത് എന്നൊക്കെ അവൾ പറയുമ്പോൾ ഷിയാസ് പറയും, എനിക്കും അത് തന്നെയാ പേടി. വീട്ടിലുള്ളവരൊക്കെ അറിഞ്ഞാൽ എന്താകുമെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഈ ചെയ്യുന്നത് തെറ്റാണോ എന്നൊക്കെ എന്റെ മനസ്സ് പറയുന്നു എന്നുള്ള കാര്യമൊക്കെ അവൻ പറയും. രണ്ടുപേരും സങ്കടപ്പെട്ടിരിക്കുകയാണ്. പിന്നീട് അവിടെ വെച്ച് രണ്ടാളും ഫിസിക്കൽ റിലേഷനിലും ഏർപ്പെടും. എന്നാൽ മറ്റൊരു വശത്ത് കടൽക്കരയിൽ ഇരിക്കുകയായിരുന്നു പ്രഭ. നാട്ടുകാരെല്ലാവരും കൂടി കടലിൽ നിന്നും ഒരാളെ പൊക്കിയെടുത്ത് കൊണ്ടുവരുന്നത് പ്രഭ കാണും. പ്രഭ നഴ്സല്ലേ എന്തെന്നറിയാൻ വേണ്ടിയിട്ട് അവൾ അങ്ങോട്ട് ചെല്ലും. എന്നിട്ട് അയാളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. അയാളെ നേരെ ആ കടൽക്കരയിലുള്ള ഒരു വീട്ടിലേക്കാണ് കൊണ്ടുവന്നത്. അയാളുടെ കാര്യമെല്ലാം പിന്നീട് നോക്കിയത് പ്രഭയായിരുന്നു. അയാൾക്ക് ബോധം വന്നപ്പോൾ അയാൾ ചോദിക്കും, ഈ നാട്ടുകാരൊക്കെ എന്താ പറഞ്ഞത്? അപ്പോൾ പ്രഭ പറയും, നിങ്ങൾ എന്റെ ഭർത്താവാണെന്നാ പറയുന്നത്. അയാൾ ചോദിക്കും, യഥാർത്ഥത്തിലാണോ? അപ്പോൾ പ്രഭ പറയും, അല്ല. നിങ്ങൾക്കൊന്നും ഓർമ്മയില്ലേ എന്നും അവൾ ചോദിക്കുന്നുണ്ട്. എനിക്കൊന്നും ഓർമ്മയില്ല, ആകെ ഒരു ഇരുട്ട് പോലെ. ഞാൻ എങ്ങനെയാ ഇവിടെ വന്നത്? എന്റെ ദേഹത്തെല്ലാം എന്താ ഇത്ര മണ്ണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രഭ പറയും, നിങ്ങളെ കടലിൽ നിന്നാ കിട്ടിയതെന്ന് പറയും. അത് കേട്ട അയാൾ ചോദിക്കും, ഞാനോ? ഞാൻ എങ്ങനെയാ കടലിൽ വന്നത്? എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. എന്നിട്ട് അയാൾ പ്രഭയെ അയാളുടെ അടുത്തേക്ക് വിളിക്കും. പ്രഭ അയാളുടെ അടുത്ത് വന്നിരിക്കും. അയാൾ പറയും, ഞാൻ അതിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു 4-5 ദിവസം ഞാൻ അതിനുള്ളിൽ തന്നെയായിരിക്കും. ചുറ്റും ഇരുട്ടാണ്. എന്നാൽ പുറത്തേക്ക് വരുന്ന സമയത്ത് കണ്ണു തുറക്കാൻ പറ്റാത്ത വെളിച്ചവും. അതിനുള്ളിലായിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു രംഗം കാണുമായിരുന്നു. പ്രഭ ചോദിക്കും, എന്ത് രംഗം? അതോ നമ്മൾ രണ്ടുപേരും കൈകോർത്ത് പിടിച്ച് ഒരുമിച്ചിരിക്കുന്നത്. അത് കേട്ട അവൾ ചോദിക്കും, നിങ്ങൾ ഇതൊന്നും എന്താ എന്നോട് മുമ്പേ പറയാത്തത്? അയാൾ പറയും, പ്രഭേ, നീ എന്നോട് ക്ഷമിക്കേ, നീ എന്നോടൊപ്പം വരുന്നോ? ഇനി പഴയതുപോലെ ഒന്നും സംഭവിക്കില്ല എന്ന് അയാൾ പറഞ്ഞിട്ട് പ്രഭയുടെ കൈ പിടിച്ച് അയാൾ ഒരുപാട് ഉമ്മ കൊടുക്കും. എന്നാൽ പ്രഭയാണെങ്കിൽ നിറഞ്ഞ കണ്ണുകളോടെ അയാളെ നോക്കിയിരിക്കുകയാണ് ചെയ്തത്. അയാളുടെ ചോദ്യങ്ങൾക്കൊന്നും അവൾ മറുപടി കൊടുത്തതേയില്ല. അതിനുശേഷം കാണിക്കുന്നത് കടല് നോക്കി നിൽക്കുന്ന പ്രഭയാണ്. നല്ല ഇരുട്ടായിരുന്നു. അവളുടെ അടുത്തേക്ക് അനുവും വരും. അനുവിനെ കാണുന്ന പ്രഭ ചോദിക്കും, ആ പയ്യൻ എവിടെ? അപ്പോൾ അനു പറയും, ഏത് പയ്യൻ? നിന്നോടൊപ്പം ഉണ്ടായിരുന്നത്. അനു പറയും, സോറി ചേച്ചി. അവൾ ആ സോറി പറഞ്ഞത് എന്തിനെന്നാൽ ഈ കാര്യങ്ങളൊന്നും അവൾ പ്രഭയോട് പറഞ്ഞിട്ടില്ലല്ലോ, അതിനാണ് സോറി പറഞ്ഞതും. കുറച്ചു കഴിഞ്ഞതും അനു ഷിയാസിനെയും കൂട്ടി പ്രഭയ്ക്കും പാർവതിക്കും അടുത്തേക്ക് വരും. പ്രഭയും ഷിയാസും പാർവതിയും ഒക്കെ പരിചയപ്പെടും. അങ്ങനെ അവർ 4 പേരും സംസാരിച്ചിരിക്കുന്നതും കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ദയവ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.